ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും തീരെ ചേർക്കുന്നില്ല. വെള്ളമില്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടും. ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകത്തുമില്ല. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണിത്. ഞാനിതിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ കുറച്ച് തൈരും പരിപ്പേറിയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണിത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മളിത് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കോരി ഒഴിക്കുന്ന മാവ് കൊണ്ടും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഇവിടെ ആദ്യമേ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരിക. ഇനി ഒരു ഗ്രേറ്ററിനകത്ത് വെച്ച് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് കൈവച്ച് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇതിനകത്ത് കട്ടകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് കുഴയ്ക്കുമ്പം ശരിക്കും കുഴഞ്ഞു കിട്ടത്തില്ല. ഇത് നുറുക്കിയതിന് ശേഷം കുറേശ്ശെയായിട്ട് മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇനി ഇത് വലിയൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്താണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പം അതനുസരിച്ചിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ട് 3/4 ടീസ്പൂൺ ചതച്ച മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ്. 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം, കാരണം നമ്മൾ ഇതിനകത്ത് ഇനി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് നോക്കാനായിട്ട്. ഇതിപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയുടെ അളവ് ചിലപ്പം കൂടുതലോ കുറവായിട്ടിരിക്കും. അപ്പം അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ചിലപ്പം കൂടാനോ ചിലപ്പം കുറയാനോ ചാൻസ് ഉണ്ട്. ആദ്യം സ്പൂൺ വെച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം കയ്യിൽ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരിക്കും. അതിനായിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിരിക്കണം നമ്മൾക്ക് കിട്ടേണ്ടത്. ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമുക്കിത് ചെറിയ ചെറിയ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഉരുട്ടിയെടുക്കുന്ന പോലെ ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ പൂരി മേക്കറിനകത്ത് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഇനി പൂരി മേക്കർ ഇല്ലാത്തവരാണെങ്കിൽ 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് അതിനകത്തേക്ക് ഇത് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഈ പൂരി മേക്കറിനകത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് അതിൻ്റെ ഉൾഭാഗത്ത് 2 സൈഡിലും എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എടുക്കാൻ എളുപ്പത്തിനും പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് മടക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൂരി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ പ്രസ് ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. ഈ സമയത്ത് തന്നെ നമ്മൾക്കിത് ചുട്ടെടുക്കാനുള്ള പാനും കൂടെ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നേരെ പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2 സൈഡിൽ നമ്മൾ എണ്ണ തേച്ചത് കൊണ്ട് തന്നെ ഇത് തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ഈസി ആയിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റും. ചുട്ടെടുക്കുന്ന പാനിനകത്ത് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നേരെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ 2 വാഴയില വാട്ടിയതിന് ശേഷം നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തതിന് പകരം വാഴയില വാട്ടിയത് വെച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. വാഴയിലയുടെ ഒരു സൈഡ് മാത്രം മാറ്റിയതിന് ശേഷം മറ്റേ സൈഡോടെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വാഴയില പതുക്കെ ഒന്ന് പൊക്കിയെടുത്താൽ മതി. ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡിലും എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ അങ്ങനെ ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മളുടെ ആദ്യത്തെ സോഫ്റ്റ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ആലു പൊറോട്ടയുടെയൊക്കെ സെയിം ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇതേപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കുക. ഓരോ പ്രാവശ്യം നമ്മൾ ഈ പാനിനകത്ത് എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് പിന്നെ ശരിക്കും വെന്ത് കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത്. 2 സൈഡിലും എണ്ണ തേച്ച് കൊടുക്കാനും മറക്കരുത്. അപ്പം ഇതേപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കുക. ചെറിയ ചപ്പാത്തിയാണെങ്കിൽ ഈ ഒരു അളവ് വെച്ച് ഏകദേശം 8-9 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. വലുതാണെങ്കിൽ 5-6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങും ബാക്കി എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കുക. പിന്നെ ഓയിലിന് പകരം നെയ്യ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ചെറു ചൂടിൽ ഇത് തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ യാതൊരു കറിയും നമ്മൾക്ക് ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ തൈരും കുറച്ച് പരിപ്പേറിയും വെച്ചേ ഉള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴും അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകത്തുമില്ല. ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.
അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്